നീർക്കെട്ട് നമ്മുടെ ഒ പിയിലൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ പേഷ്യൻസ് നമ്മളോട് പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് നീർക്കെട്ട്. ഡോക്ടറെ, എനിക്ക് ദേഹം മൊത്തം നീർക്കെട്ടാണ്, ദേഹവേദനയാണ്. നീർക്കെട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. വേദന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് നീർക്കെട്ടാണ്. അപ്പോൾ എന്താണ് ഈ നീർക്കെട്ട്? ഈ മലയാളി പറയുന്ന നീർക്കെട്ടിന് എന്തൊക്കെ, അങ്ങനെ നമുക്ക് സയൻറ്റിഫിക്കലി അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നീർക്കെട്ടെന്ന് പറഞ്ഞാൽ സാധാരണ സ്വെല്ലിങ്, നീര് വെച്ചാൽ അറിയാം സ്വെല്ലിംഗ് ആണ്. അപ്പോൾ നീര് കെട്ടുക, എവിടെയെങ്കിലും നീര് കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ സ്വെല്ലിംഗ് കെട്ടിക്കിടക്കുക എന്നുള്ളതിനെയാണ് നീർക്കെട്ടെന്നുകൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത്. ഈ നീർക്കെട്ടിനെ നമ്മൾ ഒരു മെഡിക്കൽ ടെർമിനോളിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് പലതരത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇംഗ്ലീഷിൽ തത്തുല്യമായ നീർക്കെട്ടൊരു പദമില്ല, എങ്കിലും സ്വെല്ലിംഗ് എന്ന് നമുക്കൊരു ഗ്രോസ്ലി വിളിക്കാം. ഈ സ്വെല്ലിങ്ങിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം സ്വെല്ലിംഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് സയൻറ്റിഫിക്കലി ഞാൻ പറഞ്ഞില്ല. നമുക്കറിയാം രക്തധമനികളിലൂടെയാണ്, രക്തം എല്ലായിടത്തും പോകുന്ന രക്തധമനികളിലൂടെയാണ്. അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആർട്ടറി, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വെയിൻ. ഈ ആർട്ടറി, ശുദ്ധരക്തം പോകുന്നത് ആർട്ടറിയിലൂടെയാണ്. അത് കഴിഞ്ഞ് ശുദ്ധരക്തം നമ്മുടെ കോശങ്ങളിലൊക്കെ പോയി അശുദ്ധരക്തം ഹാർട്ടിലോട്ട് തിരിച്ചു പോകുന്നത് വെയിൻസിലൂടെയും ലിംഫാറ്റിക്സ് എന്ന് പറയുന്ന ചാനൽസിലൂടെയാണ്. പലപ്പോഴും രക്തധമനികളിൽ ചെറിയ അതിൻ്റെ ഒരു എന്താ പറയുക, കുറച്ച് ലീക്കേജ് വന്നു കഴിയുമ്പോൾ അതിൽ നിന്നുള്ള പ്ലാസ്മ പുറത്ത് വന്നിട്ടാണ് നീർക്കെട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് പല കണ്ടീഷൻസിലുണ്ടാകാം. ഒന്ന്, നമുക്കറിയാം സാധാരണ ഉണ്ടാകുന്നത്, നമുക്ക് എവിടെയെങ്കിലും നമ്മളൊരു സ്ഥലത്ത് പോകുക, പെട്ടെന്ന് കയ്യിലൊരു അടി കിട്ടി, അല്ലെങ്കിൽ സാധനത്തിലൊരു കടന്നൽ വന്ന് കുത്തി, അല്ലെങ്കിൽ നമ്മൾ മുറിക്കുമ്പോൾ കത്തി കൊണ്ട് കയ്യിൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, അല്ലെങ്കിൽ ഇഷ്ടിക കാലിൽ വന്ന് വീണു, അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, ചെറിയ വീഴ്ച നമ്മൾ വീണു. ഇതിലൊക്കെ ബോഡിക്ക് ഇഞ്ചുറി വരുന്നു. ഇഞ്ചുറി വരുമ്പോൾ ബോഡിക്ക് മനസ്സിലാവുന്നു നമുക്കിത് പിന്നെ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ ഈ രക്തധമനികളിലാണ് എന്ത് കോശങ്ങളോ, ടി സെൽസ് ആണെങ്കിലും ബി സെൽസ്, എല്ലാ പ്രൊട്ടക്റ്റീവ് കോശങ്ങളെല്ലാം ഉള്ള അതിലാണ്. അപ്പോൾ അവിടെ ചെറിയ രക്തക്കുഴലിന് അതിലൂടെ കുറേ കോശങ്ങൾ അവിടെ വന്ന് ആ സ്ഥലത്തെ റിപ്പയർ പ്രോസസ്സ് തുടങ്ങും. 2-3 ദിവസത്തേക്ക് നല്ല രീതിയിൽ അവിടെ നീർക്കെട്ട് കാണും, സ്വെല്ലിംഗ് കാണും, ചൂട് കാണും. അത് കഴിയുമ്പോൾ അത് പതുക്കെ ഹീൽ ചെയ്ത് പൂർവ്വസ്ഥിതിയിൽ എത്തുകയും ചെയ്യും. ഇതൊരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസാണ്. അതിനെയാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് വിളിക്കുന്നത്. അക്യൂട്ട് ഇൻഫ്ലമേഷൻ വരുന്നത് പലപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസാണ്. നമ്മുടെ ഈ ട്രോമയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമ്മുടെ ശരീരം ഇവോൾവ് ചെയ്തിരിക്കുന്ന മെക്കാനിസമാണ്. അക്യൂട്ട് ഇൻഫ്ലമേഷൻ വരുന്ന വേറൊരു കണ്ടീഷനാണ് ഇൻഫെക്ഷൻസ്. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു, ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു, നമ്മുടെ മൂക്കിലൊക്കെ ഭയങ്കരമായിട്ട് നീർക്കെട്ട് വരുന്നു, മൂക്കിലൂടെ ഈ സെക്രീഷൻസ് വരുന്നു. ഇതെല്ലാം തന്നെ ഒരു അക്യൂട്ട് ഇൻഫ്ലമേഷനാണ്. ലങ്സിൽ ചുമയ്ക്കുമ്പോൾ കഫം കണ്ടമാനം വരുന്നു, ഇതെല്ലാം അക്യൂട്ട് ഇൻഫ്ലമേഷനാണ്. അതെല്ലാം ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസാണ്. അതേസമയം ക്രോണിക് ഇൻഫ്ലമേഷൻ നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ, SLEയിലാണെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ തന്നെ അവയവങ്ങൾക്കെതിരെ പ്രതികരിക്കുകയാണ്. അത് പലപ്പോഴും ജോയിൻസിനെതിരെ പ്രതികരിക്കുമ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ SLE നമ്മൾ തല തൊട്ട് കാല് വരെയുള്ള ഏത് ഓർഗൻസിനെ വേണേൽ ബാധിക്കാം. അത് കണ്ണിനെ ബാധിക്കാം, ബ്രെയിനിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം. അപ്പോൾ അവിടെയൊക്കെ ഇൻഫ്ലമേഷൻ വരാം. അതിൽ സംഭവിക്കുന്നത് സിമ്പിളാണ്. ഈ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രക്തക്കുഴലിലൂടെ അത് പുറത്തോട്ട് വന്ന് അവിടെ ചെറിയ നീർക്കെട്ടുണ്ടാകുകയും അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ജോയിൻസിലാണ്. ജോയിൻസിൽ സ്വെല്ലിംഗ് ആയിട്ട് കാണും. അത് കൈയുടെ ജോയിൻസിൽ സ്വെല്ലിംഗ് ആയിട്ട് വരുന്നു. അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ വേദന. അതുപോലെ ഇപ്പോൾ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ്, ആങ്കൈലോ സ്പോണ്ടൈലൈറ്റിസിനാൽ നട്ടലിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ നട്ടലിൽ നീർക്കെട്ട് കാണും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സ്റ്റിഫ്നെസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും നീർക്കെട്ടും ഒക്കെയാണ്. അതിൽ നമുക്ക് നീർക്കെട്ട് കാണാൻ സാധിക്കും. ജോയിൻറ്റ് നമുക്ക് സ്കാൻ ചെയ്താൽ നമുക്ക് നീർക്കെട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ നീർക്കെട്ട് അത്ര പ്രൊട്ടക്റ്റീവ് അല്ല. കാരണം ജോയിൻസിൽ നീർക്കെട്ട് കിടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ ജോയിൻസിൽ ഡാമേജ് ഉണ്ടാക്കും. ആ നീർക്കെട്ട് നമ്മൾ മസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. എവിടെ നീരുണ്ടോ അത് ട്രീറ്റ് ചെയ്ത് നമ്മൾ ശരിയാക്കണം. അതാണ് ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് വിളിക്കുന്നത്. വേറൊരു ടൈപ്പ് നീർക്കെട്ടാണ് പലപ്പോഴും ഈ നിങ്ങൾ കാണും വേരിക്കോസ് വെയിൻ ഉള്ളവർക്കുണ്ടാകുന്ന നീർക്കെട്ട്. ഈ വേരിക്കോസ് വെയിനുള്ള നീർക്കെട്ട് കാലിൻ്റെ താഴത്ത്, കണ്ണയുടെ തൊട്ട് മുകളിലായിട്ടായിരിക്കും നീർക്കെട്ട് വരുന്നത്. ഈ നീർക്കെട്ട് വരുമ്പോൾ അവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് നീര് കാണത്തില്ല. പക്ഷേ നടന്ന് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ കാലിൻ്റെ അവിടെ ചെറിയ നീർക്കെട്ട് കാണും. അത് പലപ്പോഴും വെയിൻസിൻ്റെ ഫംഗ്ഷൻ, ചീത്ത ബ്ലഡ് മുകളിലോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്? വെയിൻസാണ്. ആ വെയിൻസിന് വാൽവിന് പ്രശ്നം വരുമ്പോഴാണ് വേരിക്കോസ് വെയിൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ കാലിൻ്റെ അവിടെ കണ്ണയ്ക്ക് നീര് വീഴുന്നു. 2 കാലിനും നീര് വരാം, അവിടെ അൾസർ വരാം. വേരിക്കോസ് നമുക്ക് ഒരു അസുഖമാണ്. കുറേ എല്ലാവരും കേട്ട് കാണും വേരിക്കോസ് വെയിൻസ് എന്ന്. അപ്പോൾ അതിൽ വെയിൻസിൻ്റെ വാൽവിന് പ്രശ്നം വരുമ്പോഴാണ് കാലിൽ നീർക്കെട്ട് വരുന്നത്. അതും കോമൺ ആയിട്ട് കണ്ടിരുന്നൊരു അസുഖമാണ്. അപ്പോൾ അതിൽ എന്താ അതെങ്ങനെ തിരിച്ചറിയുന്നത്? ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ SLEയോ പോലുള്ള ഒരു നീർക്കെട്ടുമായിട്ട് വേരിക്കോസ് വെയിൻ തിരിച്ചറിയുന്ന ഒന്ന്, ഈ രാവിലെ നീർക്കെട്ട് കാണില്ല ഇവർക്ക്, വൈകിട്ടാകുമ്പോഴായിരിക്കും നീർക്കെട്ട് വരുന്നത്. ഒന്ന്. രണ്ടാമത്തത് അവർക്കുണ്ടാ പിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മൾ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നല്ലൊരു കുഴിവ് പോലെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂഷ്വലി അത് പിറ്റിംഗ് എഡീമ എന്ന് പറയും. അത് പലപ്പോഴും വെയിൻസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു എഡീമയാണ്. അപ്പോൾ അതുപോലെ കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് വരാൻ കേട്ടോ, ഇതുപോലെ കാലിലുണ്ടാകുന്ന നീര്.
മൂന്നാമത്തത് നമുക്കറിയാം ഹാർട്ടിന് അസുഖമുള്ളവർ, കിഡ്നിക്ക് അസുഖമുള്ളവർ, ഇവർക്കെല്ലാം നീര് വരാം. അതും പലപ്പോഴും വൈകിട്ടാകുമ്പോഴായിരിക്കും വഷളാകുന്നത്. അപ്പോൾ കാല് വൈകിട്ട് വരുന്ന നീരെല്ലാം വേരിക്കോസ് വെയിൻ ആകണമെങ്കിൽ ഹാർട്ടിന് അസുഖം, കിഡ്നിക്ക് അസുഖമുള്ളവർക്കും വൈകിട്ടാകുമ്പോൾ നീര് വരാം. എസ്പെഷ്യലി വാതരോഗങ്ങൾക്ക് ചിലപ്പോൾ കിഡ്നിയും ഹാർട്ടിനെ ബാധിച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വരുന്ന നീര് ഉച്ച കഴിഞ്ഞ്, അത് രാവിലെ എഴുന്നേക്കുമ്പോൾ നീര് കുറവ്, അത് കഴിഞ്ഞ് നീര് കൂടി വരുന്നത് ഇതിൻ്റെ പാർട്ടായിട്ട് വരാം. അപ്പോൾ മറ്റേത് ഇൻഫ്ലമേറ്ററി, അതായത് നീർക്കെട്ടെന്ന് വെച്ചാൽ അത് പെയിൻഫുൾ ആയിരിക്കും. നമ്മുടെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ SLലൊക്കെ വരുന്ന നീര് വളരെ പെയിൻഫുൾ ആയിരിക്കും. പക്ഷേ യൂഷ്വലി ഈ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് വരുന്ന നീരുണ്ടല്ലോ, അതിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ കിഡ്നിക്ക് അസുഖം ഉണ്ടാകുന്നതിൽ വേരിക്കോസ് വെയിൻ്റെ നീര് വലിയ പെയിൻ കാണില്ല. അവരെ അമർത്തി കഴിഞ്ഞാൽ അത് അമങ്ങിപ്പോവും, പക്ഷേ വലിയൊരു വേദന കാണില്ല. അതാണ് ഈ ടൈപ്പിലെ നീർക്കെട്ടിൻ്റെ ഒരു കാര്യം. പിന്നെ മൂന്നാമതൊരു നീർക്കെട്ട് നമ്മുടെ ആൾക്കാർ ഭയങ്കര കോമൺ ആയിട്ട് പറയുന്നതാണ്, ഡോക്ടറെ ശരീരം മൊത്തം നീർക്കെട്ടാണ്, കൈ കണ്ടില്ല എൻ്റെ നീരാണ്, ഭയങ്കര നീരാണ്, ഈ ദേഹം മൊത്തം നീരാണ്. അത് പലപ്പോഴും പറയുന്നത് ഫൈബ്രോമയാൽജിയയിലാണ് വേറൊരു കാര്യം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ നോർമലാണ്, അൾട്രാസൗണ്ട് ചെയ്ത് നോർമലാണ്, ESR CRP ഒക്കെ നോക്കി എല്ലാം നോർമലാണ്. പക്ഷേ ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് നീരാണ്. അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഈ നീരുണ്ടെന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്നത് ബ്രെയിനിലാണ്. നമ്മൾ നോക്കുമ്പോൾ നീര് കാണാൻ സാധിക്കും, കൂടുതലും പെർസീവ് ചെയ്യുന്നത് ബ്രെയിനിലാണ്. കാരണം ഇവിടെ ഈ ഫൈബ്രോമയാൽജിയ ഉള്ള ആൾക്കാർക്ക് ഇതിന് മുമ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഫൈബ്രോമയാൽജിയയിൽ പലപ്പോഴും പെയിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെയാണ് പ്രശ്നം. പെയിൻ തലയിലോട്ട് പോകുന്ന ഞരമ്പുകളിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാറിൻ്റെ പെട്രോൾ ഉണ്ടോ ഇല്ലേ നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാറിൻ്റെ പെട്രോളിൻ്റെ ടാങ്കറിൻ്റെ സൈൻ ഉണ്ടല്ലോ, അത് ഫുള്ളാണോ എം ടി ആണോ നോക്കിയിട്ടാണ്. ചിലപ്പോൾ അതിൻ്റെ ആ ഇൻഡിക്കേറ്ററിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിൽ പെട്രോൾ കാണത്തുമില്ല, അത് ഫുള്ളായിട്ട് കിടക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അല്ലേ? അതുകൊണ്ട് എന്താ പറ്റുന്നത്? നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നീരില്ല, അവിടെ ഒന്നുമില്ല, നീരൊന്നുമില്ല. പക്ഷേ ബ്രെയിൻ എന്താ സെൻസ് ചെയ്യുന്നത്? അവിടെ നീരുണ്ടെന്നാണ്. അത് ആ നെർവ് പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകും. അപ്പോൾ ഫൈബ്രോമയാൽജിയ പേഷ്യൻസിന് നീര് ഉണ്ടാകാം. നീരുണ്ടെന്ന് അവർ പെർസീവ് ചെയ്യാം. അവർക്ക് ശരിക്കും സ്കാൻ ചെയ്യുമ്പോൾ നീര് കാണത്തില്ല, പക്ഷേ ഇറ്റ്സ് അബൌട്ട് ദ നെർവിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നീർക്കെട്ടെന്ന് പറയുന്ന ഒരു കാര്യം വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു സിംറ്റമാണ്. അത് പലതിനും, അത് ഒരു അക്യൂട്ടായിട്ട് ട്രോമ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും പെട്ടെന്ന് വീണു അതിനുശേഷം വന്ന് നീരാന്നറിയാം. പക്ഷേ അങ്ങനെ അല്ലാത്ത കൂടുതൽ ആളുകൾക്കും എന്തെങ്കിലും ഇതിലേതെങ്കിലും 3 എണ്ണത്തിൽ യൂഷ്വലി അത് ഒന്നെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLE പോലുള്ള അസുഖങ്ങളാകാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെയിൻസിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ലിംഫാറ്റിക്സിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് കാല് വൈകിട്ടാകുന്ന നീര്, അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖത്തിൽ വരാം. അതിന് പക്ഷേ വലിയ വേദന കാണില്ല. മറ്റേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, SLEയിലൊക്കെയാണ് വേദന കാണും. ഫൈബ്രോമയാൽജിയയിലും വേദന കാണും. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലായിരിക്കും. മാത്രം നമ്മൾ ഞെക്കി നോക്കുമ്പോഴും നീര് കാണത്തില്ല. പക്ഷേ ഇവർക്ക് നീർക്കെട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് നീർക്കെട്ട് ഉണ്ടാകുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് ചികിത്സിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനാണെങ്കിൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മോഡിഫൈ ചെയ്യേണ്ട മരുന്നുകളാണ് ചെയ്യേണ്ടത്. അതേസമയം ഫൈബ്രോമയാൽജിക്ക് ആണെങ്കിൽ ഞരമ്പുകളുടെ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് കൊടുക്കേണ്ടത്. എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അതേസമയം വേരിക്കോസ് വെയിൻ ആണ് അതിൻ്റെ ചികിത്സയാണ് ചെയ്യേണ്ടത്. കിഡ്നിക്ക് അസുഖമാണ് അതിൻ്റെ ചികിത്സയാണ് ചെയ്യേണ്ടത്. അപ്പം നീർക്കെട്ട് ഉള്ളവർക്ക് എന്തുകൊണ്ട് നീർക്കെട്ട് ഉണ്ടാകുന്നു നോക്കിയിട്ട് അതിൻ്റെ ബേസിക് കോസ് നമ്മൾ പലപ്പോഴും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീർക്കെട്ട് ഒരു പരിധിവരെ കുറച്ചുകൊണ്ട് വരാവുന്നതേ ഉള്ളൂ.